എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഒരു എള്ളും അവലും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകും ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരു സ്പൂണെങ്കിലും നമ്മൾ ഡെയിലി ഓരോ ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നമ്മുടെ എള്ളാണ്, കറുത്ത എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അളവൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, കുറച്ച് കൂട്ടിയൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് അരപ്പയ്ക്കകത്തൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കരിപ്പെട്ടി ശർക്കരയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. കരിപ്പെട്ടി ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഒരു അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 250 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ നമ്മൾ അച്ചിലാണെങ്കിൽ 4 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് മട്ട അവിലാണ് കേട്ടോ. മട്ടേൻ്റെ തന്നെ എടുക്കണേ ഈ ഒരു കാര്യം ചെയ്യാൻ നേരത്ത്, നമ്മുടെ വെള്ള അവലെടുക്കരുത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പാവപ്പെട്ടവരുടെ കോൺഫ്ലക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, നമ്മുടെ ഈ ഒരു അവലിന് വേണ്ടിയിട്ട്. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ വറുത്തതിന് ശേഷം അതുപോലെ ശർക്കരയും തേങ്ങയും മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഇങ്ങനെ ക്രിസ്പി ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് നമ്മുടെ ചെറിയ തീ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതിങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരെ നമുക്കിതാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു സെയിം നമ്മുടെ ആ ഒരു പാനിനകത്തേക്ക് നമുക്ക് നിലക്കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അര കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി വറുത്ത നമ്മുടെ പീനട്ടാണിത്. എന്നാൽ കൂടി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ വറക്കാത്ത കടലയാണെങ്കിൽ നമ്മൾ നല്ലപോലെ ഒന്ന് വറക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു തോലൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സെയിം പാനിനകത്തേക്ക് തന്നെ നമ്മുടെ എള്ള് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിക്കകത്ത് ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ആ ഒരു കോട്ടണിനകത്ത് ഇട്ടിട്ട് ആക്കിയിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ എല്ലാ ജലാംശവും മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇത് ആ ഒരു പൊട്ടിത്തെറിക്കും കേട്ടോ. അതുവരെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കൈ നമുക്ക് വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ 1-2 ഒക്കെ ഇതുപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ നല്ലപോലെ ഒന്ന് പൊട്ടുന്ന രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതും നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ആ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു സെയിം പാനിനകത്തേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പീനട്ട് മാത്രം മതി കേട്ടോ. കുറച്ച് നമ്മുടെ ഇതുപോലെ കാഷ്യൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും ഒന്ന് നമുക്ക് ആ ഒരു നെയ്ക്കകത്ത് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു നമ്മുടെ എന്താ പറയുക കടലേൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇനി ഇത് ആ ഒരു പീനട്ടിൻ്റെ ആ ഒരു ബൗളിനകത്തേക്ക് തന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ആ ഒരു നമ്മുടെ കാഷ്യൂ നമുക്കിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെയിം ആ ഒരു നെയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒരുപാട് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയാൽ മതി. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ കളറ് മാറാനോ അങ്ങനത്തെ ഒരുപാട് നേരമൊന്നും ഇട്ട് നമ്മളതാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ഒരു പണിയുള്ളത് എള്ള് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കഴിയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് കൈവിടാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു അവസ്ഥയിലായാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ ഒരു ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടായിരുന്നു, അത് നല്ലപോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഒരു
250 ഗ്രാം ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ, കാരണം എല്ലാം കൂടെ സെറ്റായി വരുന്ന സമയത്ത് ഇത് വളരെ കറക്റ്റാണ്. ഈ ഒരു അളവ് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു തേങ്ങയും ശർക്കരയും കൂടെ കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു എള്ളാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ആ ഒരു ശർക്കരക്കകത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ എള്ള് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ലപോലെ ഇതുപോലെ ആ ഒരു ശർക്കരയും ഇതിന് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ തോന്നും, പക്ഷേ ഡ്രൈ ആയിട്ടില്ല. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന സമയത്ത് എല്ലാം കൂടെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് ഇതുപോലെ നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീനട്ടും അതേപോലെ കാഷ്യൂം കൂടെ കൂടിയിട്ടുള്ളത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ആ ഒരു ബ്ലാക്ക് റൈസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഉണക്കമുന്തിരി, അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ ആ ഒരു പീനട്ടും നമ്മുടെ കാഷ്യൂം എല്ലാ ഭാഗത്തേക്കും ആക്കത്തക്ക വിധത്തിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്നുമില്ല, ഞാനിപ്പോഴും ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഏലക്കായൻ്റെ പൗഡറാണ്, അതും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അത് ഞാൻ ചേർക്കുന്നില്ല, തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമുക്കിതിനകത്തേക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്കിതിനകത്തേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഏലക്കായൻ്റെ പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് വീണ്ടും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊന്ന് ആ ഒരു വെള്ളം പോലെ നിൽക്കുന്നുണ്ട് ആ ഒരു ശർക്കരേൻ്റെ പാനി. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറക്റ്റ് ഈ ഒരു നനവിൽ തന്നെ എടുക്കണം നമ്മൾ, എന്നാലാണ് കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എള്ളും അവലും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ നല്ലപോലെ ഒരു കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കരിപ്പെട്ടി ശർക്കരയാണ് കേട്ടോ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്, പക്ഷേ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു ബൗളിനകത്തേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് തന്നെ നമുക്ക് ഇത് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ഒരു 1 ടേബിൾ സ്പൂണെങ്കിലും എടുത്തിട്ട് നമ്മളിതുപോലെ കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക മാസമാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ശരീരത്തിലും കൂടെ എത്തട്ടെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.